നമ്മുടെ ഉള്ളു വൃത്തിയാക്കാതെ എത്ര തന്നെ വീട് വൃത്തിയാക്കിയിട്ടും എന്ത് കാര്യല്ലേ? അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനും സ്ക്രോളിങ്ങും. നമ്മള് ആ ഒരു ഡോപ്പമിൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ, ആ ഒരു അഡിക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ഒരു മീനിങ് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു റംലാൻ കിട്ടും അല്ലേ? ഹായ് ഹലോ. തിരക്കുകൾക്കിടയിൽ നിന്ന് തിരക്കുകളിലേക്ക് മാത്രമായിട്ട് നമ്മളെ ജീവിതം ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഉമ്മ എന്ന നിലയിൽ അടുക്കളയിലെ പണികളും വീട് വൃത്തിയാക്കലും മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിലും സ്വന്തം കൽബിനെ ഒന്ന് തൊടാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. റംസാൻ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും തിരക്കിലാണ്. വീട് പെയിന്റ് അടിക്കാനും ഗ്രോസറി വാങ്ങാനും കേട്ടനുകൾ മാറ്റാനും പുറമെ എല്ലാം ഭംഗിയാക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിലെവിടെയോ ഒരു ശൂന്യത. നമ്മളെ കൈകളിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ നമ്മളെ സമയം കവർന്നെടുക്കുമ്പോൾ ഈ പരിശുദ്ധ മാസം വെറും ഒരു തിരക്കുള്ള മാസം മാത്രമായി മാറാൻ നമ്മൾ അനുവദിക്കണോ? ഈ കുപ്പിയിലെ വെള്ളത്തിന്റെ കളർ കണ്ടില്ലേ? ഇതുപോലെയാണ് നമ്മളെ ഉള്ളിലെ ഡോപ്പമിൻ അഴുക്കുകൾ. അനാവശ്യമായിട്ടുള്ള കാഴ്ചകള്, ഡിജിറ്റൽ ലോകത്തെ ബഹളങ്ങള്, ഇതെല്ലാം ചേർന്ന് നമ്മുടെ മനസ്സിനെ ഇരുണ്ടതാക്കി മാറ്റിയിരിക്കുന്നു. ഈ കളർ പോലെ ഇത് മാറ്റാതെ അതിലേക്ക് എത്ര പരിശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല, അത് കലങ്ങിപ്പോവും അല്ലെ? പലപ്പോഴും നമ്മുടെ റംസാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനസ്സ് നിറയെ അനാവശ്യ ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ബാധ്യതകൾ ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് മനസ്സിന് ശാന്തി കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു കുപ്പിയിലെ വെള്ളം പോലെ നമ്മൾ നിർത്താതെ തെളിനീർ ഒഴിച്ചു കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? സാവധാനത്തിൽ ഈ ഒരു കളർ മാറിപ്പോകുന്നു അല്ലെ? പുറത്തേക്ക് ഒഴുകിപ്പോകും. പകരം ആ കപ്പിൽ നിറയെ തെളിഞ്ഞ വെള്ളം നിൽക്കുന്നു. നമ്മുടെ മനസ്സും ഇതുപോലെയാണ്. മനസ്സിനെ ഈ ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കുക, അതാണ് ഡിജിറ്റൽ ഡീടോക്സ് എന്നത്. ഇതൊരു ലക്ഷറി അല്ല, അതൊരു ആവശ്യമാണ്. അപ്പോൾ മൈൻഡ് ക്ലെൻസിങ് എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് പോകലല്ല, മറിച്ച് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. അടുക്കളയിലെ ഓരോ ചെറിയ പണി ചെയ്യുമ്പോഴും അത് ഇബാദത്തായി മാറ്റാൻ കഴിയും. പക്ഷേ അതിന് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. മനസ്സിനെ ക്ലെൻസ് ചെയ്യുക എന്നത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതൊന്നല്ല, അത് നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ്. ഓരോ ദിവസവും ഓരോ ശതമാനം മാറ്റം. ആ ഫോൺ നോക്കുന്ന സമയം കുറക്കുമ്പോൾ, അടുക്കള പണിയിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നമ്മുടെ കപ്പിലെ ആ ഒരു കളറ് മാറിയിട്ടുള്ള ആ ഒരു കാപ്പി പോലെ പതുക്കെ പതുക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു ഉമ്മ സന്തോഷവതിയാണെങ്കിൽ ആ വീട് മുഴുവൻ സന്തോഷത്തിലായിരിക്കണം അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് നമ്മുടെ മനസ്സാകുന്ന പാത്രത്തെ കഴുകി വൃത്തിയാക്കാം. ഈ റംസാനിൽ നമുക്ക് വേണ്ടത് തിളങ്ങുന്ന വീടുകളല്ല, മറിച്ച് തിളങ്ങുന്ന ഹൃദയങ്ങളാണ്. ഈ കപ്പിലെ വെള്ളം തെളിയുന്നത് പോലെ നിങ്ങളുടെ കൽബും തെളിയുന്ന അനുഭവം ഈ റംസാനിൽ നമുക്ക് നേടിയെടുക്കണം ഇൻഷാ അല്ലാ. ഇതിന്റെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ മാറ്റത്തിനെങ്കിലും പ്രചോദനമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാ, ഒരു പുതിയ മാറ്റത്തിന്റെ തുടക്കമാവട്ടെ ഇത്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഒക്കെ തുറന്നാലും മുഴുവൻ റംസാൻ ക്ലീനിങ് വീഡിയോസ് ആയിരിക്കും. ആ നനച്ചുകുളി, റംസാൻ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ വീട്ടിലുള്ള യൂസ് ചെയ്യുന്നതും ചെയ്യാത്തതുമായ എല്ലാ സാധനങ്ങളും അടിച്ചു നനച്ച് വൃത്തിയാക്കാൻ നമ്മൾ പെടാപ്പാട് വരാറുണ്ട് അല്ലെ? ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ മൈൻഡിനെ ഒന്ന് ക്ലീൻ ആക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇൻസ്റ്റയും യൂട്യൂബും ഫേസ്ബുക്കും തുടങ്ങി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുന്ന വെള്ളം പോലെയാണ് മിക്കവാറും നമ്മളെ മൈൻഡും ഉണ്ടാവുക. ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം നിർത്തി ഉപേക്ഷിച്ച് പോകാനല്ല കേട്ടോ പറയണത്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ബോധത്തോടെ ചെയ്യുക. പ്രിയപ്പെട്ടവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ റിവാർഡുള്ള ഇബാദത്താണെന്നിരിക്കുക, അത് ബോധത്തോടെ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. വരാൻ പോകുന്നത് റംസാനാണല്ലേ, ഏറ്റവും പുണ്യമായ മാസം. അതിലേക്ക് കടക്കാനുള്ള ഒരുക്കങ്ങൾ വീടിന് മാത്രം മതിയില്ല, അത് ആദ്യം ഒരുങ്ങേണ്ടത് നമ്മുടെ മനസ്സല്ലേ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ കൂടെയുള്ളവരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിച്ച് പോയിട്ടുണ്ടാവും. ഇനി അഥവാ ഇങ്ങനെ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നിയാലും റമളാനെ മുൻനിർത്തി ഒന്ന് പൊരുത്തമൊക്കെ ചോദിക്കുന്നത് നല്ലതാ. അങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനൊക്കെ ഒരു റാഹത്ത് ഉണ്ടാവുക. അപ്പോൾ വീടും നിങ്ങളും ഒക്കെ മൊത്തത്തിൽ ഒരു ക്ലീനിങ് നടത്തി നല്ല റീഫ്രഷിംഗ് ആയിട്ട് റമളാനെ വരവേൽക്കല്ലേ ഇൻഷാ അല്ലാ. അപ്പോൾ ഇതുപോലത്തെ ഉള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. താങ്ക് യു.